Hi students, നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബാലൻസ് 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയട്ടെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫാക്ടറൈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഈക്വൽ ടു എ ക്യൂബ് എ സ്ക്വയർഡ് a1 ബി ക്യൂബ് ബി സ്ക്വയർഡ് b1 സി ക്യൂബ് സി സ്ക്വയർഡ് c1 ഡി ക്യൂബ് ഡി സ്ക്വയർഡ് d1. ഓക്കെ, ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ടാണ്. അപ്പം നോക്കിയേ, നമ്മൾ എയുടെ പ്ലേസിൽ ബി ഇട്ട് കൊടുക്കുന്നു. അതായത് ഈ എയുടെ പ്ലേസിൽ ബി ഇട്ട് കൊടുത്താൽ ഈ ഡിറ്റർമിനന്റ് എങ്ങനെയാവും? എയുടെ പ്ലേസിൽ ബി ആക്കിയാൽ ബി ക്യൂബ് ബി സ്ക്വയർഡ് b1 ആവും. ഫസ്റ്റ് സെക്കൻഡ് റോ ഓൾറെഡി എന്ത് തന്നെയാണ്? ബി ക്യൂബ് ബി സ്ക്വയർഡ് b1 ആണ്. തേർഡ് റോ സി ക്യൂബ് സി സ്ക്വയർഡ് c1ഉം ലാസ്റ്റ് റോ ഡി ക്യൂബ് ഡി സ്ക്വയർഡ് d1 ആണ്. നോക്കിയേ, അപ്പം എയും ബിയും എ ഈക്വൽ ടു ബി ആക്കിയാൽ ഇവിടുത്തെ ഫസ്റ്റും സെക്കൻഡ് റോ എന്താവും? സെയിം ആവും. ഐഡന്റിറ്റിക്കൽ ആണെങ്കിൽ ഈ ഡിറ്റർമിനന്റ് വാല്യൂ ഇപ്പം എന്താവും? 0 ആവും. ഓക്കെ, അപ്പം അങ്ങനെ 0 ആണ് ഡിറ്റർമിനന്റ് വാല്യൂ എങ്കിൽ നമുക്ക് പറയാം എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് എ ഫാക്ടർ ഓഫ് ഡിറ്റർമിനന്റ് ആണെന്ന് പറയാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇട്ട് കൊടുക്കുമ്പോൾ ഡിറ്റർമിനന്റയുടെ വാല്യൂ 0 ആകുന്നത്. എക്സിന്റെ പ്ലേസിൽ എ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി എന്താണ്? എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഈ ഡിറ്റർമിനന്റ് ഫാക്ടർ ആണ്. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചു. അതെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനന്റ് തന്നിരുന്നു. ആ ഡിറ്റർമിനന്റിനകത്ത് എക്സിന്റെ പ്ലേസിൽ എ കൊടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? എക്സ് മൈനസ് എ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനകത്ത് എയുടെ പ്ലേസിൽ ബി ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് റോ സെയിം ആണ്. അപ്പം ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. അപ്പം എയുടെ പ്ലേസിൽ ബി കൊടുത്തപ്പോഴാണ് ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയത്. അതുകൊണ്ട് നമുക്ക് ആ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് പറയാം? എ മൈനസ് ബി എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഫാക്ടർ ആണെന്ന് പറയാൻ സാധിക്കും. ഇനി എയുടെ പ്ലേസിൽ ബിക്ക് പകരം നമ്മൾ എയുടെ പ്ലേസിൽ എത്ര കൊടുക്കുന്നു? സി കൊടുക്കുന്നു. ഓക്കെ, എയുടെ പ്ലേസിൽ സി കൊടുത്താൽ ഇത് സി ക്യൂബ് സി സ്ക്വയർഡ് c1 ആവുമല്ലോ. അത് തന്നെയല്ലേ തേർഡ് റോ? അപ്പൊ ഫസ്റ്റും തേർഡ് റോം സെയിം ആവുമല്ലോ. അങ്ങനെയാകുമ്പോഴും ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവുമല്ലോ. അപ്പം എ ഈക്വൽ ടു സി ഇട്ട് കൊടുത്താലും ഈ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവും. അപ്പൊ എ മൈനസ് ബി ഫാക്ടർ ആണെന്ന് പറയുന്നത് പോലെ ആരും ഫാക്ടർ ആവും? എ മൈനസ് സിയും ഫാക്ടർ ആവും. ഇനി നമുക്ക് വീണ്ടും ഇതാണ്ട് ഈ ഡിറ്റർമിനകത്ത് ബിക്ക് സി കൊടുക്കാം. ബിയുടെ പ്ലേസ് എന്ത് കൊടുക്കുന്നു? സി കൊടുക്കുന്നു. ബിക്ക് സി കൊടുത്താൽ ഇതിന്റെ സെക്കൻഡ് റോ എങ്ങനെ മാറും? സി ക്യൂബ് സി സ്ക്വയർഡ് c1 ആകുന്നു. തേർഡ് റോ ഓൾറെഡി അപ്പൊ സി ക്യൂബ് സി സ്ക്വയർഡ് 1 ആണ്. സെക്കൻഡും തേർഡും റോ സെയിം ആവും. അപ്പൊ ആ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. അപ്പൊ ബി ഈക്വൽ ടു സി കൊടുത്താൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി മൈനസ് സി എന്ന് പറയുന്നത് ഫാക്ടർ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിറ്റർമിനകത്ത് ബിയുടെ പ്ലേസിൽ ഡി ഇട്ട് കൊടുക്കാം. ബിയുടെ പ്ലേസിൽ ഡി ഇട്ട് കൊടുത്തേ. ബിയുടെ പ്ലേസിൽ ഡി ഇട്ട് കൊടുത്താൽ ഇത് സെക്കൻഡ് റോ ഡി ക്യൂബ് ഡി സ്ക്വയർഡ് d1 ആവും. അത് തന്നെയാണ് ഇതാ ഇവിടെ ഫോർത്ത് റോ. അപ്പം സെക്കൻഡും ഫോർത്തും റോ സെയിം ആണ്. അപ്പൊ ആ ഡിറ്റർമിനന്റ് വാല്യൂ എന്താവും? 0 ആവും. അപ്പം ബി ഈക്വൽ ടു ഡി കൊടുത്തപ്പോഴാണ് ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി മൈനസ് ഡി എന്ന് പറയുന്ന ഫാക്ടർ ആണെന്ന് പറയാൻ സാധിക്കും. ഇനി അതേ രീതിയിൽ ഈ ഡിറ്റർമിനകത്ത് സിയുടെ പ്ലേസിൽ നമ്മൾ ഡി കൊടുക്കുന്നു. സിയുടെ പ്ലേസിൽ ഡി കൊടുക്കുമ്പോഴോ ഈ തേർഡ് റോ എങ്ങനെ മാറും? സി ഡി ക്യൂബ് ഡി സ്ക്വയർഡ് d1 ആവും. ഫോർത്ത് റോ ഓൾറെഡി ഡി ക്യൂബ് ഡി സ്ക്വയർഡ് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിയുടെ പ്ലേസിൽ ഡി കൊടുത്തപ്പോഴാണ് ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയത്. അതുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് സി മൈനസ് ടി എന്ന് പറയുന്ന ഫാക്ടർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആരൊക്കെ ഫാക്ടർ ആണ്? എ മൈനസ് ബിയും എ മൈനസ് സിയും ബി മൈനസ് സിയും. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, എ ഇസ് ഈക്വൽ ടു ഡി കൊടുത്ത് നോക്കിയേ. എ ഇസ് ഈക്വൽ ടു ഡി കൊടുത്താലും എന്താണ്? ഫസ്റ്റും ലാസ്റ്റും റോ, അതായത് R1ഉം R4ഉം സെയിം ആവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ മൈനസ് ഡി എന്ന് പറയുന്ന ഫാക്ടർ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പം എ മൈനസ് ബി ഫാക്ടർ ആണ്, എ മൈനസ് സി ഫാക്ടർ ആണ്, എ മൈനസ് ഡി, ബി മൈനസ് സി, ബി മൈനസ് ഡി, സി മൈനസ് ഡി, ഇതെല്ലാം ഈ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം അതാണ് ഇതാ തൊട്ടടുത്ത പേജ് എഴുതിയത്. എ മൈനസ് സിയും എ മൈനസ് ഡിയും ഫാക്ടർ ആണ്. ബി ഈക്വൽ ടു സി കൊടുക്കുമ്പോൾ R2ഉം R3ഉം സെയിം ആവും. അവിടെയും ഡിറ്റർമിനന്റ് വാല്യൂ എന്നേരം സെയിം ആവും. ബി മൈനസ് സി ഫാക്ടർ ആവും. അതേ സിമിലർ രീതിയിൽ ബി മൈനസ് ഡി, സി മൈനസ് ഡി ഫാക്ടർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ എ ക്യൂബിന്റെ പവർ എത്ര? എ ക്യൂബിന്റെ 3ഉം 2ഉം ഇവിടെ 1 ആണ്. അപ്പം എയുടെ പവർ എത്ര ആവും? 6 ആവും. അതേപോലെ ബി എടുത്താൽ ബിയുടെ പവറും 6 അല്ലേ? സി എടുത്താലോ 3ഉം 2ഉം 5ഉം ഇവിടെ 1 6. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും പവർ എത്രയാണ്? 6 ആണ്.
അപ്പം നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നതിനകത്ത് എയും ബിയും സിയും ഡിയും അതിൻ്റെ എല്ലാം ഡിഗ്രി എത്രയാണ്? പവർ 6 ആയതുകൊണ്ട് 6 ഡിഗ്രിയാണ്. അപ്പം നമുക്കതിനെ ഓൾജിബ്രിയ ഫാക്ടേഴ്സ് വേറെ ഒന്നിൻ്റെയും ഓൾജിബ്രിയ ഫാക്ടേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഡെൽറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് കെ ഇൻറ്റു ഈ ഫാക്ടറുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതായത് എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് സി ഇൻറ്റു എ മൈനസ് ഡി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു ബി മൈനസ് ഡി ഇൻറ്റു സി മൈനസ് ഡി എന്നെഴുതാം. അവിടെ കെ കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പം ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എക്ക് ബി കൊടുത്തപ്പോൾ ഡിറ്റർമിൻ്റെ വാല്യൂ 0 ആയി. അപ്പം എ മൈനസ് ബി ഫാക്ടറായി. അങ്ങനെ നമുക്ക് ഫാക്ടേഴ്സ് കിട്ടി. അപ്പം ഇതിൻ്റെ നമുക്ക് ഈ ഡിറ്റർമിനൻ്റെ വാല്യൂ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കെ കോൺസ്റ്റന്റ് ആണ്. ഇനി ഇതിൻ്റെ ലീഡിംഗ് ടേം എന്ന് പറയുന്നത് എന്താണ്? ലീഡിംഗ് ടേം എന്ന് പറയുന്നത് മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഇവിടുത്തെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഇതല്ലേ, ഇതിന്റെ പ്രോഡക്റ്റ് ആണ് ലീഡിംഗ് ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത്. ലീഡിംഗ് ടേം എന്ന് പറയുമ്പോൾ എ ക്യൂബ് ഇൻറ്റു എ സ്ക്വയർഡ് ഇൻറ്റു സി ഇൻറ്റു 1 എന്നാൽ എ ക്യൂബ് ബി സ്ക്വയർഡ് സി, ഇതാണ് അവിടുത്തെ ലീഡിംഗ് ടേം, മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ്. അപ്പം ലീഡിംഗ് ടേം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർഡ് ഇൻറ്റു സി ആണ്. അപ്പം അതിനകത്തെ കറസ്പോണ്ടിങ് ടേം RHSനകത്തെ ആ കറസ്പോണ്ടിങ് ടേം ആര് വരും? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത് എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻറ്റു സി. അപ്പോൾ ആ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്തൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എ കെ ഇൻറ്റു എ 3 പ്രാവശ്യം അപ്പോൾ എ ക്യൂബ്, ബി 2 പ്രാവശ്യം ബി സ്ക്വയർഡ്, സി 1 പ്രാവശ്യം. അപ്പൊ കെ ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർഡ് സി അല്ലേ? അത് തന്നെയല്ലേ ഇതിന്റെ ലീഡിംഗ് ടേം എന്ന് പറഞ്ഞത്. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർഡ് ഇൻറ്റു സി. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കെയുടെ പ്ലേസിൽ 1 ഇൻറ്റു ആണ് വരുന്നത്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എത്ര വരും? 1 വരും. അതുകൊണ്ട് ഈ ഡെൽറ്റയുടെ വാല്യൂ എന്താണ്? ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്താൽ ഇക്വേഷൻ 1 അനുസരിച്ച് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എത്ര വരും? എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് സി ഇൻറ്റു എ മൈനസ് ഡി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു ബി മൈനസ് ഡി ഇൻറ്റു സി മൈനസ് ഡി എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഓരോ ടേം എക്ക് ബി എക്ക് സി കൊടുത്തു, അതനുസരിച്ച് ഫാക്ടർ കിട്ടി. അപ്പോൾ ഫാക്ടറിന്റെ പ്രോഡക്റ്റ് എ ഇൻറ്റു കെ ആണ് ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടുത്തെ ലീഡിംഗ് ടേം മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആണ് ലീഡിംഗ് ടേം. അതും ഇതിനകത്തെ ഫസ്റ്റ് കോയിഫിഷ്യന്റും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ 1 കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. പ്രൂവ് ചെയ്യാനാണ്. ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർഡ് എ സ്ക്വയർഡ് എ സ്ക്വയർഡ് ബി സ്ക്വയർഡ് സി പ്ലസ് എ ദ ഹോൾ സ്ക്വയർഡ് ബി സ്ക്വയർഡ് സി സ്ക്വയർഡ് സി സ്ക്വയർഡ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു റോയോ ഏതെങ്കിലും ഒരു കോളത്തിലെയോ കൂടുതൽ ടേംസിനെ നമ്മൾ 0 ആക്കുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഓപ്പറേഷൻ നോക്കിയേ. C1 ഗീവ്സ് C1 മൈനസ് C3 ചെയ്തു. C2 ഗീവ്സ് C2 മൈനസ് C3. ഇതാണ് C1, ഇത് C2, ഇത് C3. അപ്പോൾ C1 മൈനസ് C3 ആകുമ്പോൾ ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് അത് വരും C1ന്റെ പ്ലേസിൽ. പിന്നെ ബി സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ്, അപ്പോൾ ഇവിടെ 0 ആവും. പിന്നെ സി സ്ക്വയർഡ് മൈനസ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് വരും. ഇതാ ഇങ്ങനെ വരും. ഓക്കെ, അതിവിടെ എഴുതിയില്ല. ഇപ്പം ഇങ്ങനെ വരും. അപ്പം ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർഡ് മൈനസ് സി സ്ക്വയർഡ് എന്നല്ലേ കിട്ടുന്നത്. ഇത് എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് പോലല്ലേ? എ സ്ക്വയർഡ് മൈനസ് സി സ്ക്വയർഡിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാമല്ലോ. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി പ്ലസ് സി പ്ലസ് എ ഒന്നുകൂടെ എഴുതാം. ഇതിനെ നമുക്ക് ബി സ്ക്വയർഡ് പ്ലസ് സി സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പം ബി പ്ലസ് സി പ്ലസ് എ ഇൻറ്റു എന്തെഴുതാം? ബി പ്ലസ് സി മൈനസ് എഴുതാം. ഇതിന്റെ വാല്യൂ എന്താവും? 0 ആവും. ഇതും എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് പോലെ എ പ്ലസ് ബി. അപ്പൊ സി പ്ലസ് എ പ്ലസ് ബി വരും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പൊ സി മൈനസ് ഓഫ് എ പ്ലസ് ബി വരും. ഓക്കെ, ഇവിടെ എ സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് 0, ഇതും എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ച് എ പ്ലസ് ബി ഇൻറ്റു എന്തെഴുതാം? എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എഴുതി. ഇവിടെ എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള പ്രോപ്പർട്ടി അനുസരിച്ച് സി പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതി. ഓക്കെ, ആ വാല്യൂ നമ്മൾ C1ന്റെ പൊസിഷനിലും കൊടുത്തു, C2ന്റെ പൊസിഷനും കൊടുത്തു. C1ഉം C2ഉം അങ്ങനെ ചേഞ്ചസ് ആയി. C3ക്ക് മാറ്റമില്ല, C3 അതുപോലെ തന്നെ വരും. നോക്കിയാട്ടെ, അപ്പോൾ ഈ റിസൾട്ട് വരും. ഓക്കെ, ഇനി എന്താ ഇവിടെ ഫസ്റ്റ് റോയിൽ ഓരോ എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, സെക്കൻഡ് റോയിലും എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, തേർഡ് റോയിലും എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്. അപ്പം നമുക്ക് ആ എ പ്ലസ് ബി പ്ലസ് സി എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? കോമൺ എടുത്തു. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്നെല്ലാം നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി കോമൺ എടുത്തു. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു
എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അപ്പം നമ്മൾ എല്ലാത്തിൽ നിന്നും കോമൺ എടുക്കുന്നില്ല, ഫസ്റ്റ് കോളത്തിൽ നിന്നും സെക്കൻഡ് കോളത്തിൽ നിന്നും മാത്രം. എല്ലായിടത്തും ഇല്ലല്ലോ. ഫസ്റ്റ് കോളത്തിൽ ഒരു എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, രണ്ടാമത്തെ കോളത്തിൽ എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഒരു എ പ്ലസ് ബി പ്ലസ് സി കോമൺ എടുക്കാം, രണ്ടാമത്തെ കോളത്തിൽ നിന്ന് എ പ്ലസ് ബി പ്ലസ് സി കോമൺ എടുത്താൽ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർഡ് പുറത്തു വന്നു. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ ബി പ്ലസ് സി മൈനസ് എ ഉണ്ട്, 0 എ സ്ക്വയർഡ് ഉണ്ട്. ഇവിടെ ബാക്കി 0 സി പ്ലസ് എ മൈനസ് ബി ബി സ്ക്വയർഡ്. ഇവിടെ ബാക്കി സി മൈനസ് എ മൈനസ് ബി വരും, ഇതും സി മൈനസ് എ മൈനസ് ബി വരും, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് വരും. ഓക്കെ, ആദ്യം ചെയ്ത ഓപ്പറേഷൻ എന്താ? ഇതാണ്. C1 ഗീവ്സ് C1 മൈനസ് C3, C2 ഗീവ്സ് C2 മൈനസ് C3 ചെയ്തു. അതിനുശേഷം ആദ്യത്തെ കോളത്തിൽ നിന്നും രണ്ടാമത്തെ കോളത്തിൽ നിന്നും ബി പ്ലസ് സി എ പ്ലസ് ബി പ്ലസ് സി കോമൺ എടുത്തു. അപ്പോൾ ഫസ്റ്റും സെക്കൻഡിൽ നിന്ന് എടുക്കുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർഡ് കോമൺ വന്നു. ബാക്കി ഈ ഒരു സ്റ്റെപ്പ് വന്നു. ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ നോക്കിയട്ടെ. R3 ഗീവ്സ് R3 മൈനസ് R1 മൈനസ് R2 ചെയ്യുന്നു. അതായത് R3യിൽ നിന്നും R1ഉം R2 മൈനസ് ചെയ്ത് ഇവിടെ എഴുതും, R3യിൽ എഴുതും. അപ്പോൾ R1ഉം R2നും മാറ്റമുണ്ടോ? ഇവിടെ അല്ലല്ല. അപ്പോൾ R1ഉം R2നും മാറ്റമുണ്ടോ? ഇല്ല. R1ഉം R2 അല്ല, ഇല്ല, R1ഉം R2നും മാറ്റമില്ല. R3 എങ്ങനെ മാറും? R3 എന്ന് പറഞ്ഞാൽ ഇതേ മൈനസ് ഇത് വരും. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? സി മൈനസ് എ മൈനസ് ബി, മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ബി മൈനസ് സി പ്ലസ് എ വരും. ആര് പോവും? സിയും സിയും ക്യാൻസൽ ആയി പോവും. അതുപോലെ എയും എയും ക്യാൻസൽ ആയിട്ട് ഇവിടെ എത്ര വരും? R3യുടെ പൊസിഷനിൽ -2b വരും. ഇതുണ്ട്, R3യുടെ പൊസിഷനിൽ -2b വന്നു. R1ഉം R2 മാറ്റമില്ല. അതേപോലെ ഇവിടെ മൈനസ് ചെയ്യുമ്പോഴോ സി മൈനസ് എ മൈനസ് ബി, ഇതാണ് R3. അതിൽ നിന്നും R2ഉം R3 മൈനസ്, അപ്പം മൈനസ് സി മൈനസ് എ പ്ലസ് ബി വരും. ആര് പോകും? സിയും സിയും പോയി ബിയും ബിയും പോയിട്ട് എത്ര വരും? -2a വരും R3യുടെ പൊസിഷനിൽ. ഓക്കെ, അതേപോലെ അടുത്ത എന്താണ്? ഇതിന് ഇതല്ലേ മൈനസ് ചെയ്യുന്നത്. അപ്പം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർഡ് എ പ്ലസ് ബി സ്ക്വയർഡ് എ പ്ലസ് 2ab ആണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ നിന്നും ബി സ്ക്വയർഡ് മൈനസ് എ സ്ക്വയർഡ് മൈനസ് ചെയ്യുമ്പോൾ എ സ്ക്വയർഡും ബി സ്ക്വയർഡും ക്യാൻസൽ ആയിട്ട് ബാക്കി എത്ര വരും? 2ab വരും. ഇതാ 2ab വന്നു. ബാക്കി ഫസ്റ്റും സെക്കൻഡും റോയ്ക്ക് മാറ്റമില്ല. ഓക്കെ, ഈ ഒരു ഓപ്പറേഷൻ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? C1 എന്ന് പറയുന്നതിനെ നമ്മൾ C1 പ്ലസ് 1/a C3 എന്ന് എഴുതി. C2നെ നമ്മൾ C2 പ്ലസ് 1/b C3 എഴുതി. ഇതല്ലേ C1, ഇത് C1, ഇത് C2, ഇത് C3. അതെ, C1നോട് കൂടി ഏത് ആഡ് ചെയ്യുന്നു? 1/a C3. 1/a C3 1/a ഇൻറ്റു C3 a സ്ക്വയർഡ് ആണ്. അപ്പോൾ ഒരു എയും എയും പോയിട്ട് ഇതെന്താവും? ഇത് എ ആവും. ഇത് രണ്ടുകൂടെ പ്ലസ് ചെയ്യുമ്പോൾ മൈനസ് എയും പ്ലസ് എയും ക്യാൻസൽ ആയിട്ട് ഈ പൊസിഷനിൽ എത്ര വരും? ബി പ്ലസ് സി വരും. ഇതാ ആ പൊസിഷനിൽ ബി പ്ലസ് സി വന്നു. അടുത്തത് C1 0 ആണ്. ഇത് ബി സ്ക്വയർഡ് ബൈ എ വരും. രണ്ടാമത്തേത് ബി സ്ക്വയർഡ് ബൈ എ വരും. ഓക്കെ, അടുത്തത് C1 -2b ആണ്. ഇത് 2ab ബൈ എ വരും. അപ്പോൾ ഇവിടെ എയും എയും വെട്ടിപ്പോയി -2b പ്ലസ് ബി 0. അപ്പം C1 എന്ന് പറയുന്നത് ബി പ്ലസ് സി ബി സ്ക്വയർഡ് ബൈ എ 0 കിട്ടി. ഇനി അടുത്ത എന്താണ്? C2 എന്ന് പറയുമ്പോൾ C2 0 ആണ്. പിന്നെ C3 ബൈ ബി ആണ്, എന്ന് വെച്ചാൽ എ സ്ക്വയർഡ് ബൈ ബി, എ സ്ക്വയർഡ് ബൈ ബി വന്നു. പിന്നെ ഇത് സി പ്ലസ് എ മൈനസ് ബി വരും. ഇത് ബി സ്ക്വയർഡ് ബൈ ബി, ഒരു ബിയും ബിയും ക്യാൻസൽ ആകുമ്പോൾ ബി വരും. ഈ മൈനസ് ബി ആയിട്ട് ക്യാൻസൽ ആയിട്ട് സി പ്ലസ് എ വരും. അടുത്തത് -2a പ്ലസ് 1/b ഇൻറ്റു 2ab, 2bയും ബിയും ക്യാൻസൽ ആയിട്ട് -2a പ്ലസ് 2a 0 ആവും. അപ്പോൾ C2 എങ്ങനെ മാറി? C2 എ സ്ക്വയർഡ് ബൈ ബി സി പ്ലസ് എ 0 ആയി. C3ക്ക് മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ റോ എവിടെയാണ്? തേർഡ് റോ ആണ് ഏറ്റവും കൂടുതലുള്ളത്, സീറോസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സീറോസ് ഉള്ളത് തേർഡ് റോ ആണ്. അതുകൊണ്ട് തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും 0 ആണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്താണ്? ഇതിൻ്റെ പൊസിഷൻ A33 ആണ്. അപ്പോൾ സഫിക്സ് പ്ലസ് അല്ലേ? അപ്പോൾ സഫിക്സ് പ്ലസ് ആവാൻ ചിഹ്നം പ്ലസ് വരും. അപ്പോൾ ചിഹ്നം പ്ലസ് ആവാൻ 2ab ഇൻറ്റു 2ab വരുന്ന റോയും കോളവും കളയുന്നതായിരിക്കും അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ബി പ്ലസ് സി എ സ്ക്വയർഡ് ബൈ ബി, രണ്ടാമത്തെ റോ എ സ്ക്വയർഡ് ബൈ ബി സി പ്ലസ് എ വരും. ഓക്കെ, അപ്പോൾ 2ab ഇൻറ്റു ഇതേ ഇൻറ്റു ഇതേ മൈനസ് ഇതേ ഇൻറ്റു ഇതേ, ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു എയും ഒരു ബിയും ക്യാൻസൽ ആയിട്ട് എ ബി വരും. ഇത് ബി പ്ലസ് സി ഇൻറ്റു സി പ്ലസ് എ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ബി പ്ലസ് സിയിൽ നിന്നും ഈ എ പ്ലസ് സിയിൽ നിന്നും ഏത് കോമൺ എടുക്കാം? സി കോമൺ എടുക്കാം. അപ്പം ബ്രാക്കറ്റിൽ എ പ്ലസ് ബി വരും. ബി എയും മൈനസ് ബി എയും ക്യാൻസൽ ആയിട്ട് സി സ്ക്വയർഡ് വരും. വീണ്ടും ഇതിൽ നിന്നൊരു സി കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ എ പ്ലസ് ബി പ്ലസ് സി വരും. വീണ്ടും അതിൽ നിന്നൊരു സി കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ എ പ്ലസ് ബി പ്ലസ് സി വരും. ഇതോടെ ചേരുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ ക്യൂബ് ഇൻറ്റു 2abc ആൻസർ വരും. ഓക്കെ, അതായിരുന്നു നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് തന്നിരുന്നത്. പ്രൂവ് ദാറ്റ് ആയിരുന്നു, അതായിരുന്നു ആൻസർ കിട്ടേണ്ടത്. ഓക്കെ,
അപ്പോൾ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെ കോളത്തിനെ റോയൊക്കെ ആഡ് ചെയ്ത് മാക്സിമം റോയിൽ സീറോ, ഏതെങ്കിലും ഒരു റോയിൽ കൂടുതൽ സീറോസ് ആക്കിയാൽ റിസൾട്ട് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ഡിറ്റർമിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടാണ്. നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് ഡിറ്റർമിനൻ്റെയും ഓർഡർ 3/3 ആയതുകൊണ്ട് കിട്ടുന്ന റിസൾട്ടും ഒരു ഡിറ്റർമിനൻ്റ് ആയിരിക്കും, അതിൻ്റെ ഓർഡറും 3/3 ആയിരിക്കും. അപ്പം ഇതിൻ്റെ പൊസിഷൻ 3/3 അല്ലേ, ഇതിൻ്റെ പൊസിഷനും 3/3 ആയതുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരു 3/3 ഡിറ്റർമിനൻ്റ് ആയിരിക്കും. അതിൻ്റെ എലമെൻസിനെ നമുക്ക് A11, A12, A13, രണ്ടാമത്തെ റോ A21, A22, A23, മൂന്നാമത്തെ റോ A31, A32, A33 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം A11 എങ്ങനെയാണ് കിട്ടുന്നത്? A11 കിട്ടാൻ ഇവിടുത്തെ ഫസ്റ്റ് റോയെ അതിൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ എന്തൊരു A² പ്ലസ് ലാംഡ സ്ക്വയർഡ് ഇൻറ്റു ലാംഡ പ്ലസ് AB പ്ലസ് C ലാംഡ ഇൻറ്റു C പ്ലസ് CA മൈനസ് B ലാംഡ ഇൻറ്റു മൈനസ് B. അതാണ് നമ്മുടെ A11 എന്ന് പറയുന്നത്. അതാണ് A11 എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ലാംഡ വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നോക്കിയേ, ഇവിടെ പ്ലസ് ABC മൈനസ് AB ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ള ടേംസുകളിൽ നിന്ന് നമ്മളൊരു ലാംഡ കോമൺ എടുത്തു. ബാക്കി അപ്പോൾ ഇവിടെ A², ഇവിടെ ലാംഡ പോയ ലാംഡ സ്ക്വയർഡ് C² പ്ലസ് B². അപ്പോൾ ലാംഡ ഇൻറ്റു A² പ്ലസ് B² പ്ലസ് C² പ്ലസ് ലാംഡ സ്ക്വയർഡ് കിട്ടി A11. ഓക്കെ, അടുത്ത A12 ആണ് കിട്ടുന്നത്. A12 എങ്ങനെയാണ്? ഈ ഫസ്റ്റ് റോയെ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? A² പ്ലസ് ലാംഡ സ്ക്വയർഡ് ഇൻറ്റു മൈനസ് C വരും. പ്ലസ് എന്ത് വരും? AB പ്ലസ് C ലാംഡ ഇൻറ്റു ലാംഡ വരും. അടുത്തത് CA മൈനസ് B ലാംഡ ഇൻറ്റു A വരും. ഓക്കെ, നമ്മൾ രണ്ടിൻ്റെ ഓർഡർ 3/3 ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് പഠിക്കുമ്പോൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇത് മനസ്സിലായല്ലോ. A11 എന്ന് പറഞ്ഞാൽ ഇവിടെ സഫിക്സിൽ 11 അല്ലേ, ഇവിടുത്തെ ഫസ്റ്റ് റോ അതിൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ 1നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് ഈ രണ്ടാമത്തെ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ മൂന്നാമത്തെ എലമെന്റ് മൂന്നാമത്തെ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് നമ്മുടെ A11 എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബ്രാക്കറ്റ് മൊത്തം ഓപ്പൺ ചെയ്തു. ഈ കോമൺ വരുന്ന ടൈം ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് ലാംഡ കിട്ടി, A11 കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ എലമെന്റ് എന്താ? A11 എങ്ങനെ വരും? ഇവിടുത്തെ ഫസ്റ്റ് റോ തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടുത്തെ എന്തെടുക്കണം? രണ്ടാമത്തെ മെട്രിക്സ് പ്രോഡക്റ്റ് എടുക്കുന്നതിനകത്ത് രണ്ടാമത്തെ മെട്രിക്സിന്റെ സെക്കൻഡ് കോളം എടുക്കണം. അപ്പോൾ എങ്ങനെയാ? ഇവിടുത്തെ ഫസ്റ്റ് A² പ്ലസ് ലാംഡ സ്ക്വയർഡ്, അതിനെ ഇവിടുത്തെ മൈനസ് C കൊണ്ട് ഗുണിച്ചു. പ്ലസ് എന്ത് വരും? AB പ്ലസ് C ലാംഡ, ഈ രണ്ടാമത്തെ എലമെന്റ് ലാംഡ കൊണ്ട് ഗുണിച്ചു. പിന്നെ പ്ലസ് CA മൈനസ് B ലാംഡ ഇൻറ്റു A കൊണ്ട് ഗുണിച്ചു. അതാണ് A12 എന്ന് പറയുന്നത്. നോക്കിയട്ടെ, ഇതാ A12 ആ പറഞ്ഞ രീതിയിലാണ് എഴുതിയേക്കുന്നത്. എന്നിട്ട് ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യണം? മൊത്തത്തിൽ ഓപ്പൺ ചെയ്തു. അപ്പം എന്താ? ഈ മൈനസ് A² C പ്ലസ് A² C ക്യാൻസൽ ആയിപ്പോയി. മൈനസ് ലാംഡ സ്ക്വയർഡ് C ഇതും ക്യാൻസൽ ആയിപ്പോയി. AB ലാംഡയും മൈനസ് AB ലാംഡയും ക്യാൻസൽ ആയിട്ട് 0 വന്നു. അപ്പോൾ A12 0 വന്നു. അടുത്ത A13 അല്ലേ പറഞ്ഞേ. ഇവിടെ 1 3 സഫിക്സിൽ 1ഉം 3 അല്ലേ. 1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡിറ്റർമിനകത്തെ ഫസ്റ്റ് റോ എടുക്കണം. സഫിക്സ് 3 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഡിറ്റർമിനകത്തെ തേർഡ് കോളം എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് എലമെന്റ്സുകളെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പം A² പ്ലസ് ലാംഡ സ്ക്വയർഡിനെ മൈനസ് B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് AB പ്ലസ് C ലാംഡെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് CA മൈനസ് B ലാംഡെ മൈനസ് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാ A13 കിട്ടി. എന്നിട്ട് ബ്രാക്കറ്റ് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. അപ്പം മൈനസ് A² ബിയും പ്ലസ് A² ബിയും ക്യാൻസൽ ആയിപ്പോയി. മൈനസ് ലാംഡ സ്ക്വയർഡ് ബിയും പ്ലസ് ലാംഡ സ്ക്വയർഡ് ബിയും ക്യാൻസൽ ആയിപ്പോയി. CA ലാംഡെ മൈനസ് CA ലാംഡയും ക്യാൻസൽ ആയിട്ട് 0 കിട്ടി. അപ്പം നമുക്ക് ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സും കിട്ടി. ഇനി അതേപോലെ സെക്കൻഡ് റോ എങ്ങനെ കിട്ടും? സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് പൊസിഷൻ എന്താണ്? A21 ആണ്. A21 എന്താണ് പറയുന്നത്? ആദ്യത്തെ ഡിറ്റർമിനകത്ത് സെക്കൻഡ് റോയും രണ്ടാമത്തെ ഡിറ്റർമിനകത്ത് ഫസ്റ്റ് കോളവും കൂടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ AB മൈനസ് C ലാംഡ ഇൻറ്റു ലാംഡ വരും. പ്ലസ് B² പ്ലസ് ലാംഡ സ്ക്വയർഡ് ഇൻറ്റു C വരും. പ്ലസ് BC പ്ലസ് A ലാംഡ ഇൻറ്റു മൈനസ് B വരും. ഇതാ റിസൾട്ട് എഴുതിയേക്കുന്നത് നോക്കിയേ, A21 ആ പറഞ്ഞ രീതിയിൽ എഴുതിയേക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ടേംസുകൾ AB ലാംഡയും മൈനസ് AB ലാംഡയും പോയി. C ലാംഡ സ്ക്വയർഡും മൈനസ് ലാംഡ സ്ക്വയർഡ് സിയും പോയി. B² C മൈനസ് B² C ക്യാൻസൽ ആയിട്ട് A21 0 വന്നു. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്തത് A22. A22 എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ ഡിറ്റർമിനകത്തെ രണ്ടാമത്തെ റോയും രണ്ടാമത്തെ ഡിറ്റർമിനകത്തെ രണ്ടാമത്തെ കോളവും കൂടെ
കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പം എ ബി മൈനസ് സി ലാംഡ ഇൻറ്റു മൈനസ് സി പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് ലാംഡ സ്ക്വയർഡ് ഇൻറ്റു ലാംഡ പ്ലസ് ബി സി പ്ലസ് എ ലാംഡ ഇൻറ്റു എ. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇതാ ആ പറഞ്ഞ ഓപ്പറേഷൻ ആണ് എഴുതിയേക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എ ബി സിയും പ്ലസ് എ ബി സിയും ക്യാൻസൽ ആയി. ബാക്കിയുള്ള എല്ലാ ടൈമിനും ഒരു ലാംഡ പുറത്തെടുത്ത് ലാംഡ എടുത്താൽ ഇവിടെ എ സ്ക്വയർഡ് വരും, ഇവിടെ ബി സ്ക്വയർഡ് പ്ലസ് സി സ്ക്വയർഡ്, ഇവിടുന്ന് ലാംഡ ബൈ ലാംഡ സ്ക്വയർഡ്. അപ്പോൾ A22 കിട്ടി. അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ? A23 ആണ്. A23 എന്ന് പറയുമ്പോൾ എന്താണ്? A23 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിറ്റർമിനകത്തെ രണ്ടാമത്തെ റോയും രണ്ടാമത്തെ ഡിറ്റർമിനകത്തെ മൂന്നാമത്തെ കോളവും എടുത്തിട്ട് കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്തൊരു? എ ബി മൈനസ് സി ലാംഡ ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് ലാംഡ സ്ക്വയർഡ് ഇൻറ്റു എ പ്ലസ് ബി സി പ്ലസ് എ ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ. മനസ്സിലായോ? അതാണ് A23. സെക്കൻഡ് റോയും തേർഡ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. മൈനസ് എ ബി സ്ക്വയർഡും പ്ലസ് എ ബി സ്ക്വയർഡും ക്യാൻസൽ ആയിപ്പോയി. ബി സി ലാംഡയും മൈനസ് ബി സി ലാംഡയും ക്യാൻസലായി. എ ലാംഡ സ്ക്വയർഡും മൈനസ് എ ലാംഡ സ്ക്വയർഡും ക്യാൻസൽ ആയിട്ട് 0 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത നമുക്ക് കാണേണ്ട A31. എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യത്തെ ഡിറ്റർമിനകത്തെ തേർഡ് റോയും ഫസ്റ്റ് രണ്ടാമത്തെ ഡിറ്റർമിനകത്തെ ഫസ്റ്റ് കോളവും കൂടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പൊ സി എ പ്ലസ് ബി ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് ബി സി മൈനസ് എ ലാംഡ ഇൻറ്റു സി പ്ലസ് സി സ്ക്വയർഡ് പ്ലസ് ലാംഡ സ്ക്വയർഡ് ഇൻറ്റു മൈനസ് ബി. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റ് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. എല്ലാ ടേംസുകളും ക്യാൻസൽ ആയിട്ട് 0 വന്നു. ഇനി അതേ രീതിയിലാണ് A32 കാണുന്നത്. A32 കാണുന്നത് ഇപ്പം മനസ്സിലായല്ലോ. ആദ്യത്തെ ഡിറ്റർമിനകത്തെ തേർഡ് റോയും രണ്ടാമത്തെ ഡിറ്റർമിനകത്തെ സെക്കൻഡ് കോളോ കറസ്പോണ്ടിങ് എലമെന്റ്സുകളെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവയെ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 0 കിട്ടി. അടുത്ത A33 എങ്ങനെ കാണും? ആദ്യത്തെ ഡിറ്റർമിനകത്തെ തേർഡ് റോയും രണ്ടാമത്തെ ഡിറ്റർമിനകത്തെ തേർഡ് കോളവും കൂടെ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അവയെ തമ്മിൽ ആഡ് ചെയ്യണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അവിടെ മൈനസ് എ ബി സിയും പ്ലസ് എ ബി സിയും ക്യാൻസലായി. ബാക്കിയുള്ള ടൈമിലെല്ലാം ഒരു മൈനസ് ലാംഡ ഉള്ളതുകൊണ്ട് മൈനസ് ലാംഡ പുറത്തെടുത്തു. ബ്രാക്കറ്റിൽ എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് സി സ്ക്വയർഡ് പ്ലസ് ലാംഡ സ്ക്വയർഡ് എന്ന് കിട്ടി. എല്ലാ റിസൾട്ടും കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂസ് എല്ലാം എന്താ? ഇതാണ് നമ്മുടെ ഡെൽറ്റയുടെ വാല്യൂ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ഡിറ്റർമിനന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ഇവിടെ A11 A12 A13 A21 A22 A23 A31 A32 A33 അതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഇവിടെ മെയിൻ ഡയഗണൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ ലീഡിംഗ് ഡയഗണൽസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ, അത് മൈനസ് ലാംഡ ക്യൂബായി എ സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് പ്ലസ് സി സ്ക്വയർഡ് പ്ലസ് ലാംഡ സ്ക്വയർഡിന്റെ ക്യൂബ് എന്ന് കിട്ടി. അപ്പൊ ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് കിട്ടി. ബാക്കിയെല്ലാം എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഓക്കെ, ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് അതിന്റെ റിസൾട്ട് ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദ ഡിറ്റർമിനന്റ് A1 B1 C1 A2 B2 C2 A3 B3 C3 ഈക്വൽ ടു A1 B1 C1 A2 B2 C2 A3 B3 C3 അതിന്റെ സ്ക്വയർ ആണെന്ന് തെളിയിക്കണം. അവിടെ എ ബി ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം എന്താണ്? സ്മോൾ ലെറ്റർ എ ബി സിയുടെ കോഫാക്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനെ നമ്മൾ ഡെൽറ്റ എന്നും ഈ ഡിറ്റർമിനെ നമ്മൾ ഡെൽറ്റ ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യുന്ന. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ ഡാഷ് ആണ്. ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്, ഇതാണ് ഡെൽറ്റ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിറ്റർമിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. രണ്ടും 3/3 ഓൾറെഡി ഡിറ്റർമിനന്റ് ആയതുകൊണ്ട് ഇതിന്റെ റിസൾട്ടിംഗ് ഡിറ്റർമിനകത്തെ എലമെന്റ്സുകൾ എങ്ങനെയായിരിക്കും വരേണ്ടത്? A11 A12 A13 ഫസ്റ്റ് റോ വരും. രണ്ടാമത്തെ റോ A21 A22 A23 വരും. മൂന്നാമത്തെ റോ A31 A32 A33 വരും. മൂന്നാമത്തെ റോ. ഓക്കെ ആണല്ലോ. അപ്പം A11 എങ്ങനെയാണ്? ഇവിടുത്തെ ഫസ്റ്റ് റോ ഇവിടുത്തെ ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പം A1 ഇൻറ്റു A1 പ്ലസ് B1 ഇൻറ്റു B1 പ്ലസ് C1 ഇൻറ്റു C1 ആദ്യത്തേത് കിട്ടി. ഇനി A12 എങ്ങനെ കിട്ടുന്നത്? ഇവിടുത്തെ ഫസ്റ്റ് റോ രണ്ടാമത്തെ റോയിലെ കറസ്പോണ്ടിങ് എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ A1 ഇൻറ്റു A2 പ്ലസ് B1 ഇൻറ്റു B2 പ്ലസ് C1 ഇൻറ്റു C2 കിട്ടി. അടുത്ത A13 എങ്ങനെ കിട്ടും? ഇവിടുത്തെ ഫസ്റ്റ് റോയും ഇവിടുത്തെ തേർഡ് കോളവും കൂടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ എന്തൊരു? A1 A3 പ്ലസ് B1 B3 പ്ലസ് C1 C3 കിട്ടി. ഇതാ എഴുതിയേക്കുന്നു. ഇനി അതേപോലെ A21 എങ്ങനെ കിട്ടും? ഇവിടുത്തെ രണ്ടാമത്തെ റോയെ ഈ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സഫിക്സ് നോക്കിയാൽ മതി. ആദ്യത്തേനകത്തുനിന്ന് രണ്ടാമത്തെ റോ, രണ്ടാമത്തേനകത്തുനിന്ന് ഫസ്റ്റ് കോളം. അപ്പം A2 A1
പ്ലസ് B2B1 പ്ലസ് C2C1. ഇനി A31 ആണെങ്കിലോ ഇവിടുത്തെ തേർഡ് റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളവും കൂടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ A3A1 B3B1 C3C1. അതേ രീതിയിൽ എന്താണ് ഈ A22 എന്താണ് രണ്ടാമത്തെ റോയും രണ്ടാമത്തെ കോളവും കൂടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഇതാ എഴുതിയിരിക്കുന്നു. പിന്നെ A32 ഇവിടുത്തെ മൂന്നാമത്തെ റോ ഇവിടുന്ന് രണ്ടാമത്തെ കോളം ഓക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നു. ഓക്കെ A23 എങ്ങനെയാണ് ഇവിടുത്തെ രണ്ടാമത്തെ റോയും ഇവിടുത്തെ മൂന്നാമത്തെ കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതി ഇതാ A23. ഓക്കെ A33 ആണല്ലോ ഇവിടുത്തെ മൂന്നാമത്തെ റോയും ഈ മൂന്നാമത്തെ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതി. ഓക്കെ നമ്മൾ ലാപ്ലേസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഇതാണ് AI ഇൻറ്റു BJ അല്ലേ. ലാപ്ലേസ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ പഠിച്ച AI ഇൻറ്റു AJ. ഓക്കെ AI ഇൻറ്റു AJ പ്ലസ് BI ഇൻറ്റു BJ പ്ലസ് CI ഇൻറ്റു CJ. അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും എപ്പോൾ I ഈക്വൽ ടു J ആണെങ്കിൽ. ഇനി അതിൻ്റെ വാല്യൂ I എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു J ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് A1 A1 B1 B1 C1 C1 ആരുതാണ് ഇവിടെ ഇടയ്ക്ക് ഒരു പ്ലസ് ഉണ്ട്. അങ്ങനെ വന്നാൽ ഇതിൻ്റെ വാല്യൂ 1. ഇതൊക്കെ A1 A1 പ്ലസ് B1 B1 പ്ലസ് ഇവിടെയും പ്ലസ് ഉണ്ട് C1 C1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര 1 ആണ്. പക്ഷെ I നോട്ട് ഈക്വൽ ടു J എന്നാണെങ്കിലോ അതായത് ഇപ്പം A1 A2 ഇവിടെ 1ഉം ഇവിടെ 2 നോട്ട് ഈക്വൽ ടു അല്ലേ ആ രീതിയിൽ വന്നാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0. ഇവിടെ I നോട്ട് ഈക്വൽ ടു J അല്ലേ അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0. പക്ഷെ ഇവിടെ നോക്കേ 2 2 2 2 2 2 അപ്പോൾ ഇത് സെയിം അല്ലേ അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആവും. ഇവിടെയും 3 1ഉം 3 1ഉം 3 1ഉം I നോട്ട് ഈക്വൽ ടു J അല്ലേ ഇതിൻ്റെ വാല്യൂ 0. ഇവിടെ 3 2 3 2 ഇവിടെ I നോട്ട് ഈക്വൽ ടു J ഇതിൻ്റെ വാല്യൂ 0. അതേ രീതിയിൽ ഇതിൻ്റെ വാല്യൂ 0 പക്ഷെ ഇതിൻ്റെ വാല്യൂ എന്താ 1 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനന്റ് നോക്കിയേ 1 0 0. അപ്പോൾ 0 1 അല്ല 1 എന്ന് പറയുന്നു. ഇതിൻ്റെ വാല്യൂനെ നമ്മൾ ഡെൽറ്റ എന്ന് എടുക്കുന്നു 1 അല്ല ഡെൽറ്റ എന്ന് എടുക്കുന്നു. ഇതിൻ്റെ വാല്യൂ നമ്മൾ ഡെൽറ്റ കൊടുക്കുന്നു. അപ്പം ഡെൽറ്റ 0 0 0 ഡെൽറ്റ 0 0 0 ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ ക്യൂബ് കിട്ടത്തില്ലേ. നമ്മൾ ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ ഡാഷ് ആണ് കണ്ടത്. മനസ്സിലായി പറഞ്ഞ് നമ്മൾ ഈ രണ്ടെണ്ണത്തിനെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ് ഇത് രണ്ടും സെയിം ആണെങ്കിൽ അതായത് AI AJ പ്ലസ് BI BJ പ്ലസ് CI CJ ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ലാപ്ലേസ് എക്സ്പാൻഷനകത്ത് നമ്മൾ പഠിച്ചു ഇതിൻ്റെ വാല്യൂ ഡെൽറ്റ ആയിരിക്കും I ഈക്വൽ ടു J ആണെങ്കിൽ. അതേസമയം I നോട്ട് ഈക്വൽ ടു J ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പം ഈ മെയിൻ ഡയഗണൽ എലമെന്റ്സിന്റെ എല്ലാം വാല്യൂ എന്തായിരിക്കും ഡെൽറ്റ ആയിരിക്കും. ബാക്കി എല്ലാം എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ അപ്പോൾ നോക്കിയേ മെയിൻ ഡയഗണൽ ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം 0 ആണെങ്കിൽ ഈ ഡിറ്റർമിനന്റെ വാല്യൂ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റ ക്യൂബ് വരും. നമ്മൾ ഡെൽറ്റ ഇൻറ്റു ഡെൽറ്റ ഡാഷ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡെൽറ്റ ക്യൂബ് വരും. രണ്ട് സൈഡിൽ നിന്നും ഒരു ഡെൽറ്റ ക്യാൻസൽ ആകുമ്പോൾ ഡെൽറ്റ ഡാഷ് ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ. അതാണ് ഞാൻ ആ പ്രോപ്പർട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡെൽറ്റ ഡാഷിന്റെ വാല്യൂ ഡെൽറ്റ സ്ക്വയർ ആണ്. ഡെൽറ്റ ഡാഷ് ആരാണ് ഡെൽറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ആണ്. അതാണ് നമുക്ക് തെളിയിക്കാനായിട്ട് തന്നത്. ക്ലിയർ ആണല്ലോ ഡൗട്ട് ഇല്ലേ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്രസ് 2ABC മൈനസ് A സ്ക്വയർഡ് C സ്ക്വയർഡ് B സ്ക്വയർഡ് C സ്ക്വയർഡ് 2AC മൈനസ് B സ്ക്വയർഡ് A സ്ക്വയർഡ് B സ്ക്വയർഡ് A സ്ക്വയർഡ് 2AB മൈനസ് C സ്ക്വയർഡ്. ഈ ഒരു ഡിറ്റർമിനെ നമ്മൾ എന്താണ് സ്ക്വയർ ഓഫ് എ ഡിറ്റർമിനന്റ് സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അതിനുശേഷം അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ എഴുതുന്നത് നോക്കിയട്ടെ. അപ്പോൾ ഈ ഗിവൺ ഡിറ്റർമിനെ നമ്മൾ ഈ പ്രത്യേക രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ അതായത് A ഇൻറ്റു മൈനസ് ആദ്യത്തെ എഴുതിയൊക്കെ നോക്കണേ. A ഇൻറ്റു മൈനസ് എഴുതി പ്ലസ് BC പ്ലസ് C ഇൻറ്റു B ഇങ്ങനെ എഴുതി. മനസ്സിലായോ. അതായത് A B C ആണ് ആദ്യത്തേത്. അതിന്റെ പ്രോഡക്റ്റ് മൈനസ് A C B എഴുതി. അടുത്ത വരുമ്പോഴോ രണ്ടാമത്തെ റോ വരുമ്പോൾ A B C വരും. അതിനെ ഏതുകൊണ്ട് ഗുണിച്ചു ഇവിടെ മൈനസ് A അല്ലേ തുടങ്ങി. അപ്പോൾ ഇവിടെ മൈനസ് B A C വരും. അടുത്തതോ ഇവിടെ A B C വന്നു. ഇവിടെ മൈനസ് A കൊണ്ട് തുടങ്ങി. ഇവിടെ മൈനസ് B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വരും മൈനസ് C പിന്നെ B A വന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതോ ഇവിടെ A B C വന്നു. അടുത്തത് B C A. പ്രോഡക്റ്റിനകത്തെ ഫസ്റ്റ് എലമെന്റ് B C A ആണ്. ഇവിടെ വീണ്ടും മൈനസ് A C B അതുകൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത്. ഇവിടെ മോളി എന്താണോ മൈനസ് C A C ആണ്. ഇവിടെ മോളി മൈനസ് C B B A ആണ്. അത് എഴുതി. ഓക്കെ അപ്പം ഇവിടെ B തുടങ്ങി. അപ്പം ഇവിടെ ഏത് തുടങ്ങണം C A Bയിൽ വന്നു. C A B വന്നു. മനസ്സിലായോ. എക്സ്പ്രസ് ചെയ്ത് എങ്ങനെയാണെന്ന് എക്സ്പ്രസ് ചെയ്ത് ഇവിടെ A B C ഇതാണ് ഫസ്റ്റ് റോ. ഓക്കെ അപ്പം ഇവിടെ എല്ലായിടത്തെയും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നോക്കേ A B C ആണ്. ഇവിടെയും എന്ത് വരും A B C വന്നു. അതിന് മാറ്റമില്ലല്ലോ.
അതിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് -a(c)b വന്നു, പിന്നെ -b(a)(c) വന്നു, പിന്നെ -c(b)(a) വന്നു. ഈ ഒരു ഓർഡർ വന്നു. ഓക്കെ, പിന്നെ ഇതാ താഴോട്ട് അടുത്ത എന്ത് വരും? ഇവിടെ a(b)(c) വന്നാൽ അടുത്തത് എന്ത് വരും? അടുത്ത b(c)(a) വന്നു. അടുത്ത നോക്കേ b(c)(a). അപ്പം ഇവിടെ എല്ലാം രണ്ടാമത്തെ റോയിലെ എന്താണ്? രണ്ടാമത്തെ റോ നോക്കുമ്പോൾ എല്ലാ പ്രോഡക്റ്റിനകത്തെ ആദ്യത്തെ എലമെന്റ് b(c)(a) വന്നു. ഓക്കെ, b(c)(a) വന്നു. അതിന്റെ തൊട്ട് മുകളില് -a(c)(b) ആയതിന് താഴെയും -a(c)(b) വന്നു. -b(a)(c) വന്നു, താഴെ -b(a)(c) വന്നു. ഇവിടെയും -c(a)(b) ആണ്, -c(a)(b) വന്നു. ഓക്കെ, പിന്നെ അടുത്തത് ഇവിടെ ബിയിൽ തുടങ്ങി ഇവിടെ c(a)(b) വന്നു. മൂന്നാമത്തെ റോ നോക്കുമ്പോൾ c(a)(b). നോക്കേ, മൂന്നാമത്തെ റോയിലെ എല്ലാ എലമെന്റും c(a)(b) വന്നു. c(a)(b). ഓക്കെ, c(a)(b). മനസ്സിലായോ? ഈ ഫസ്റ്റ് എലമെന്റ് മാത്രമേ ഓർഡർ മാറുന്നുള്ളൂ. ആദ്യത്തേനകത്ത് a(b)(c), ഫസ്റ്റ് റോയിൽ a(b)(c), സെക്കൻഡ് റോയിൽ b(c)(a), തേർഡ് റോയിൽ c(a)(b). ഫസ്റ്റ് റോയെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് -a(c)(b) കൊണ്ടാണ്, സെക്കൻഡ് റോ -b(a)(c) കൊണ്ടാണ്, തേർഡ് റോ -c(b)(a) കൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ആ രീതിയിലാണ് നമ്മുടെ ഗിവൺ ഡിറ്റർമിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, ആ എക്സ്പ്രഷൻ ഒന്ന് ഈ രീതി പഠിച്ചു വെച്ചോണം. അപ്പം നോക്കേ, അത് തന്നെയാണ് ഇതാ ഇവിടെയും കിടക്കുന്ന ഡിറ്റർമിനൻ. അതിനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ നോക്കിയേ a(b)(c) ആണ് എല്ലായിടത്തും അല്ലേ? അപ്പൊ ഫസ്റ്റ് ഡിറ്റർമിനന്റ് a(b)(c) എഴുതി, ഇൻറ്റു രണ്ടാമത്തെ ഡിറ്റർമിനന്റ് എന്ത് വരും? -a(c)(b) വരും. രണ്ടാമത്തെ ഡിറ്റർമിനന്റ് -a(c)(b) ഈ രീതി വരും. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് a(b)(c) അല്ലെ? a(b)(c), പിന്നെ b(c)(a), c(a)(b). a(b)(c), രണ്ടാമത്തെ റോ b(c)(a), മൂന്നാമത്തെ റോ c(a)(b). ഇതാണ് ഫസ്റ്റ് ഡിറ്റർമിനന്റ്. ഓക്കെ, ഇൻറ്റു രണ്ടാമത്തെ ഡിറ്റർമിനന്റോ? രണ്ടാമത്തെ ഡിറ്റർമിനന്റ് -a(c)(b), -a(b)(c)(b), പിന്നെ -b(a)(c). രണ്ടാമത്തെ ഡിറ്റർമിനന്റ് -b(a)(c), മൂന്നാമത്തേതോ -c(b)(a). ഓക്കെ, ഈ രണ്ട് ഡിറ്റർമിനന്റ് പ്രോഡക്റ്റ് ആണ് നമ്മളിതാ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? ഗിവൺ ഡിറ്റർമിനന്റിനെ ആണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ആ ഡിറ്റർമിനെ നമുക്ക് ഇതിന് രണ്ടിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഇടാം. ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്തൊന്നും നോക്കണ്ട, ഈ രീതിയിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ ഈ എഴുതുന്ന ആ ഒരു ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ കിട്ടിയല്ലോ. ഇവിടെ നിന്ന് നമുക്ക് ഈ മൂന്നെണ്ണത്തിനകത്ത് മൈനസ് ഇല്ലേ? 3 കോളത്തിൽ നിന്ന് മൈനസ് പുറത്തെടുത്തു. അപ്പൊ -1ന്റെ ക്യൂബായി. അപ്പൊ -1ന്റെ ക്യൂബ് a(b)(c), c(a)(b), b(c) ആയി. -1ന്റെ ക്യൂബ് എന്തുവാണ്? മൈനസ് അല്ലേ? ഇനി നമ്മൾ ഇവിടെ ഒരു ചേഞ്ച് അപ്ലൈ ചെയ്തു. ഈ രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളം അവിടെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിന് മാറ്റമില്ല, a(b)(c). രണ്ടാമത്തെ കോളം എന്തായി? b(c)(a) ആയി, മൂന്നാമത്തെ കോളമോ c(a)(b) ആയി. ഓക്കെ, അപ്പൊ രണ്ട് കോളം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും? ഒരു മൈനസ് വരും. ആ മൈനസും ഇവിടെ -1ന്റെ ക്യൂബ് മൈനസ് അല്ലേ? ഈ രണ്ട് മൈനസ് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അതാണ് ഈ താഴേക്കുന്നത്. ഇതും ഈ ഡിറ്റർമിന്റെ വാല്യൂ ഡെൽറ്റയാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ ഡെൽറ്റയാണ്. അപ്പൊ ഈക്വൽ ടു എത്ര വരും ആൻസർ? ഈക്വൽ ടു δ² എന്ന് ആൻസർ വന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നു. ഈ ഡിറ്റർമിന്റെ വാല്യൂ ഇതിനെ നമുക്ക് ഡിറ്റർമിനന്റ് സ്ക്വയർ ആയിട്ട് എഴുതണമെന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തു. അപ്പം ആ ഡിറ്റർമിന്റെ വാല്യൂ നമുക്ക് δ² എന്ന് കിട്ടി. അങ്ങനെ കിട്ടിയാൽ ഡിറ്റർമിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ δ² കിട്ടിയാൽ ഡെൽറ്റ എന്ന് പറയുന്നത് ഇതല്ലേ? a(b)(c), b(c)(a), c(a)(b) ആണ്. അതിന്റെ വാല്യൂ എങ്ങനെ കാണുന്നത്? a ഇൻറ്റു അത് വരുന്ന ഡ്രോയിങ് കോളം ഡിലീറ്റ് ചെയ്യുന്ന ഡിറ്റർമിനന്റ് ഇത് വരും. ക്രോസ് മൾട്ടിപ്ലൈ bc -a². അടുത്ത -b ഇൻറ്റു അത് വരുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്താൽ കിട്ടുന്ന ഡിറ്റർമിനന്റ് bc(a)(b) വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b² -ac. പിന്നെ മൂന്നാമത്തെ എലമെന്റ് c ഇൻറ്റു അതിനകത്ത് വരുന്ന കോഫാക്ടർ ba -c² വരും, അല്ലെങ്കിൽ ab -c² വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ത്രൂ ഔട്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് മൊത്തത്തിലൊരു മൈനസ് കോമൺ എടുത്തു. അപ്പം a³ + b³ + c³ -3abc വരും. ഇത് ഡെൽറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ δ² ആവുമ്പോഴോ മൈനസിന്റെ സ്ക്വയർ പ്ലസ് ആയി റിസൾട്ട് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെയാണ് ഡിറ്റർമിന്റെ വാല്യൂ കാണാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് അപ്ലൈ ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസും ആ ചെയ്യുന്ന ഓർഡർ മനസ്സിലാക്കി എഴുതി പഠിക്കുക. ഓക്കെ ആണല്ലോ? ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ.